എന്തെങ്കിലും കേട്ടാൽ അത് സത്യമാണോ എന്ന് പോലും നോക്കാതെ അതങ്ങ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവണത ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കുമുണ്ട്. അതും പ്രത്യേകിച്ച് LDF എതിരെ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാണ്ട് അങ്ങനെ ചെയ്തുകൊള്ളും. അങ്ങനെ എത്ര വാർത്തകളാണ് ഓരോ ദിവസവും പിണറായി വിജയന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും നൽകിക്കൊണ്ടിരിക്കുന്നത്. 9 വർഷം പൂർത്തിയാക്കിയ പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിലെ സത്യം. എന്നാൽ അന്നും ഇന്നും BJPക്കും UDF ഒന്നും വികസനത്തിനെ പറ്റി ഒന്നും പറയാണ്ട് പിണറായിയെ കുറ്റം പറയുന്നതാണ് മെയിൻ. CMRL കേസിൽ വീണയുടെ മൊഴി എന്നുള്ള പേരിൽ പ്രചരിക്കുന്ന വാർത്ത അസത്യമാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കുകയാണ്. സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നായിരുന്നു SFOയ്ക്ക് വീണ നൽകിയ മൊഴി എന്നായിരുന്നു വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വാർത്ത നൽകുന്നവർക്ക് എന്ത് നൽകാമെന്നും CMRL കമ്പനിക്ക് സേവനം നൽകാതെയാണ് എക്സോലോജിക് പണം വാങ്ങിയത് എന്നാണ് SFOയ്ക്ക് വീണ മൊഴി നൽകിയിട്ടില്ല എന്നതും മന്ത്രി വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തത് വാർത്തയാക്കിയാൽ മറുപടി പറയാൻ പറ്റില്ല എന്ന് മുഹമ്മദ് റിയാസ് പറയുകയാണ്. CMRLന് തന്റെ കമ്പനിയായ എക്സോലോജിക്ക് സേവനങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്ന് വീണ വെളിപ്പെടുത്തിയതായാണ് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. SFIO കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീണ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് വീണ വിജയനെ SFIO ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് CMRLന് ഒരു സേവനങ്ങളും നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 72 സാക്ഷികളും 114 രേഖകളുമാണ് SFIOയുടെ കുറ്റപത്രത്തിലുള്ളത്. CMRLന്റെയും എക്സാലോജിക്കിന്റെയും ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രകാരമായിരുന്നു SFOയുടെ ചോദ്യം ചെയ്യുക. സ്കൂൾ മാനേജ്മെന്റ് സംബന്ധിച്ച സോഫ്റ്റ്വെയർ ആണ് വീണ വിജയന്റെ കമ്പനി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് CMRLന് IT സേവനങ്ങൾ നൽകുക എന്നായിരുന്നു SFOയുടെ പ്രധാനമായി വീണയോടുള്ള ചോദ്യം. അതേസമയം SFOയുടെ കുറ്റപത്രം ഹൈക്കോടതിയുടെ സ്റ്റേയിലാണ്. അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടിക്കായി കാത്തു നിൽക്കുകയാണ് SFIO. ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കുറ്റപത്രം കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് SFIO.